ഈ ജൽസയെ കുറിച്ച് എന്താ അതെങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പുറത്തുള്ള ആൾക്കാർക്ക് അറിയാൻ കുറച്ച് ആഗ്രഹമുണ്ടാവും. ജൽസയെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജൽസ എന്ന് പറയുന്ന എൻ്റെ ആത്മകഥ എഴുതിയിട്ടുള്ള ബുക്ക് തന്നെ നമുക്കത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പം അതിൽ വ്യക്തമായിട്ട് എന്താണ് ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ അവർ ആ ട്രാൻസ്ജെൻഡർ അനുഭവിച്ചിട്ടുള്ള ജീവിത കഥ, ആഫ്റ്റർ സർജറി കഴിഞ്ഞിട്ടുള്ളതും അവിടെ കിടന്ന് അനുഭവിച്ചതും ജൽസയെ കുറിച്ചിട്ടുള്ളതെല്ലാം വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. കുറച്ചും കൂടി ഇപ്പം നിങ്ങൾക്കത് ബുക്ക് കിട്ടില്ല എന്നുള്ളതെങ്കിൽ ജൽസ എന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. അത് നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ ഒരു 10, 12, 13 വയസ്സിലൊക്കെ മെച്യൂർ ആവില്ലേ, അപ്പോൾ ഒരു കുഞ്ഞു കല്യാണം ഉണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിവാഹം, കല്യാണ ദിവസം അതുപോലത്തെ ഒരു ചടങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഒരു പുരുഷൻ വന്ന് വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ, ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ വിവാഹം ഉണ്ടായിരിക്കും എന്നുള്ളത്. ദൈവനിശ്ചയത്തിലാണ് വിവാഹം ഉണ്ടാവുന്നത്. പക്ഷേ എന്നാലും നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഒരു പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ, ഒരു ആൺകുട്ടി ആയിക്കഴിഞ്ഞാൽ വിവാഹം നടക്കും എന്നുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പ്ലാനിങ് ഇല്ല.